പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഹണ്ട ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. ഒഡീഷയിലും ബംഗാളിലും യാസ് ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. കരതൊട്ടത് 140 കിലോമീറ്റർ വേഗത്തിൽ. 12 ലക്ഷത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തിന് സജ്ജമായി സൈന്യം. സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം ബോട്ട് അപകടത്തിൽ ഒരു മരണം. പൂന്തുറ സ്വദേശി ഡേവിഡ്സണാണ് മരിച്ചത്. കാണാതായ 2 പേർക്ക് വേണ്ടി തെരച്ചിൽ തുടരുന്നു. രക്ഷാപ്രവർത്തനം വൈകുന്നതിൽ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ. സ്ഥിതിഗതികൾ വിലയിരുത്തി മന്ത്രിമാരായ സജി ചെറിയാനും ആന്റണി രാജുവും GR അനിലും. മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലും ശക്തമായ മഴ. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടർന്നേക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്നും നാളെയും 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും ഇടിമിന്നലിനും സാധ്യത. മഴ കനത്തതോടെ സംസ്ഥാനത്തെ വിവിധ അണക്കെട്ടുകൾ തുറന്നു. അരുവിക്കര, കല്ലാർകുട്ടി, ഭൂതത്താൻകെട്ട്, മൂഴിയാർ, മണിയാർ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. നടപടി കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനു പിന്നാലെ. ഡാമുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. മഴ തുടർന്നാൽ കൂടുതൽ ഡാമുകൾ തുറന്നേക്കും. ചെല്ലാനത്ത് ശക്തമായ കടൽക്കയറ്റം. വീടുകളിൽ വെള്ളം കയറുന്നു. വൈപ്പിൻ, നായരമ്പലം മേഖലകളിൽ സ്ഥിതി രൂക്ഷം. ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാര നടപടികളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡ പട്ടേൽ. പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. ദ്വീപിൽ ഗുരുതര സാഹചര്യമില്ലെന്നും അഡ്മിനിസ്ട്രേറ്റർ. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡ പട്ടേലിന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ദ്വീപിൽ പ്രതിഷേധം ശക്തം. ലക്ഷദ്വീപ് BJPയിൽ കൂട്ടരാജി. യുവമോർച്ച നേതാക്കളടക്കം 8 പേർ രാജിവെച്ചു. അഡ്മിനിസ്ട്രേറ്റർക്ക് പിന്തുണയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അഡ്മിനിസ്ട്രേറ്ററെ തിരികെ വിളിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസും മുസ്ലിം ലീഗും. ലക്ഷദ്വീപിൽ ശക്തമായ നടപടികളുമായി പോലീസ്. കൂടുതൽ പ്രതിഷേധക്കാരുടെ ഫോണുകൾ പിടിച്ചെടുത്തു. കൽപ്പേരിയിൽ മാത്രം പിടിച്ചെടുത്തത് 4 ഫോണുകൾ. അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ രാഷ്ട്രപതിക്ക് ഭീമഹർജി നൽകാൻ ദ്വീപ് നിവാസികൾ. ഒപ്പുശേഖരണം തുടങ്ങി. ലക്ഷദ്വീപിൽ നാളെ സർവകക്ഷി യോഗം. BJP, കോൺഗ്രസ്, NCP പാർട്ടി നേതാക്കൾ പങ്കെടുക്കും. സർക്കാർ സംവിധാനങ്ങൾ പങ്കെടുക്കില്ല. വിഷയത്തിൽ NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ പ്രധാനമന്ത്രിയെ കാണും. രാഷ്ട്രപതിയുമായി വിഷയം ചർച്ച ചെയ്യും. ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലുമായി കൂടിക്കാഴ്ച നടത്തി. ജൂൺ 1 ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങാൻ തീരുമാനം. പ്രവേശനോത്സവം ഓൺലൈനായി നടത്തും. വിക്ടേഴ്സിന് പുറമെ സ്കൂൾ അധ്യാപകർ നേരിട്ട് ക്ലാസുകൾ എടുക്കും. അതത് സ്കൂളുകൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസുകൾ നടത്തുക. +1 പരീക്ഷ നടത്തുന്നതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്താനും തീരുമാനം. രാജ്യത്തെ കോവിഡ് കേസുകൾ കുറയുന്നു. 24 മണിക്കൂറിനിടെ 2,08,921 പേർക്ക് രോഗബാധ. 4,157 മരണം. മൊഡേണ കമ്പനിയുടെ സിംഗിൾ ഡോസ് കോവിഡ് വാക്സിൻ അടുത്ത വർഷം ഇന്ത്യയിൽ 5 കോടി വാക്സിൻ വിതരണം ചെയ്യും. നൂറ്റാണ്ട് കണ്ട വലിയ ദുരന്തത്തെയാണ് രാജ്യം നേരിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡിന് ശേഷം ലോകം പഴയ പോലെ ആയിരിക്കില്ല. കോവിഡ് വാക്സിൻ ഉൽപ്പാദിപ്പിച്ച ശാസ്ത്രജ്ഞർക്ക് അഭിനന്ദനം. 2ാം തരംഗത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്നുവെന്നും ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും പ്രധാനമന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ IT നിയമത്തിനെതിരെ നിയമ പോരാട്ടത്തിന് വാട്സാപ്പ്. ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. നയം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചട്ടങ്ങൾ സ്വകാര്യതയെ ഹനിക്കുന്നതെന്നും വാട്സാപ്പ്. നിലപാടെടുക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ഫേസ്ബുക്കും ഗൂഗിളും. ഭാര്യയുടെ ആത്മഹത്യയിൽ ഗാർഹിക പീഡന ആരോപണങ്ങൾ സംബന്ധിച്ച് നടൻ ഉണ്ണി രാജൻ P. ദേവ് പ്രിയങ്കയെ മർദ്ദിച്ചിരുന്നതായി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കോവിഡ് മുക്തിയായതിനു ശേഷം അമ്മയുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തും. കൊടകര കുഴൽപ്പണക്കേസിൽ BJP ആലപ്പുഴ ജില്ലാ ട്രഷറർ KG കർത്തയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ആലപ്പുഴയിലെത്തിയാണ് ചോദ്യം ചെയ്യൽ. നടപടി പണവുമായി എത്തിയ ധർമ്മരാജനെ നിരന്തരം ഫോണിലൂടെ ബന്ധപ്പെട്ടുവെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി M. ഗണേശിന് പിന്തുണച്ച നേതൃത്വം നോട്ടീസ് നൽകിയാൽ മാത്രം ഹാജരാകും. കേസിൽ ED അന്വേഷണം തൽക്കാലമില്ല. കൊടകര കുഴൽപ്പണക്കേസിലെ 6ാം പ്രതി മാർട്ടിന്റെ വീട്ടിൽ നിന്ന് 9 ലക്ഷം രൂപ പിടികൂടി. പണം ഒളിപ്പിച്ചത് വീട്ടിലെ മെറ്റൽ കൂനയ്ക്കുള്ളിൽ നിന്ന്. കവർച്ചയ്ക്ക് ശേഷം മാർട്ടിൻ കാറും സ്വർണവും വാങ്ങിയെന്ന് കണ്ടെത്തൽ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നയപ്രഖ്യാപന പ്രസംഗം വെള്ളിയാഴ്ച. കോവിഡിനെ തുടർന്ന് കൊണ്ടുവന്ന സാംക്രമിക രോഗനിയന്ത്രണ ഓർഡിനൻസ് ഈ നിയമസഭാ സമ്മേളനത്തിൽ നിയമമാകും.
മന്ത്രിമാരില്ലാത്ത ജില്ലകൾക്ക് മന്ത്രിമാരുടെ ചുമതലയും നൽകി. വയനാടിന്റെ ചുമതല PA മുഹമ്മദ് റിയാസിനും കാസർഗോഡിന്റേത് അഹമ്മദ് ദേവർകോവിലിനും. ദേവികുളം MLA A. രാജ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. ആദ്യ സത്യപ്രതിജ്ഞയിൽ സഗൗരവമെന്നോ ദൈവനാമമെന്നോ പറഞ്ഞിരുന്നില്ല. തമിഴിലായിരുന്നു A. രാജയുടെ സത്യപ്രതിജ്ഞ. സത്യവാചകം നിയമവകുപ്പ് തർജ്ജമ ചെയ്തപ്പോഴുണ്ടായ പിഴവെന്ന് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് തോൽവിയെ ന്യായീകരിച്ച് രമേശ് ചെന്നിത്തല സർക്കാരിന്റെ അഴിമതികൾ താഴെത്തട്ടിലെത്തിക്കാൻ കഴിഞ്ഞില്ല. സംഘടനാ ദൗർബല്യം തിരിച്ചടിയായി. ബൂത്ത് തലം മുതൽ നിർജീവം. സ്ഥാനാർത്ഥികളുടെ സ്ലിപ്പ് നൽകാൻ പോലും ആളില്ലാതെയായി. കോവിഡും പ്രളയവും തോൽവിക്ക് കാരണമായെന്നും രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മതസാമുദായിക സംഘടനകളെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി. ആഭ്യന്തര കലഹത്തിന് കളമൊരുങ്ങുന്നത് NSS നേതൃത്വം വിമർശനവുമായി രംഗത്തെത്തിയതിനു പിന്നാലെ നല്ല ബന്ധം കാത്തുസൂക്ഷിച്ച NSS നേതൃത്വം VD സതീശന്റെ പ്രതികരണങ്ങൾ മൂലം മുഖം കറുപ്പിച്ചെന്ന് വിമർശനം. പാലക്കാട് DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് VK ശ്രീകണ്ഠൻ MP. രാജിക്കത്ത് സോണിയാഗാന്ധിക്കും KPCC പ്രസിഡന്റിനും അയച്ചു. ഇരട്ട പദവി ഒഴിവാക്കാനാണ് രാജിയെന്ന് VK ശ്രീകണ്ഠൻ. VK ശ്രീകണ്ഠൻ ജില്ലാ അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് AV ഗോപിനാഥ് ഉൾപ്പെടെയുള്ള ജില്ലാ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷ ജൂലൈ 24-ന്. പ്രോസ്പെക്ടസിന് അംഗീകാരം. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. കോവിഡ് പ്രതിരോധ ഉപകരണങ്ങളുടെ വില നിയന്ത്രണം ഉറപ്പാക്കാൻ എല്ലാ ജില്ലകളിലും സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധന നടത്താൻ DGPയുടെ നിർദ്ദേശം. മെഡിക്കൽ സ്റ്റോറുകളടക്കം പരിശോധന. അമിത വില ഈടാക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും DGP. ബ്ലാക്ക് ഫംഗസിനുള്ള മരുന്ന് കൊച്ചിയിലെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത് 50 ഡോസ് മരുന്ന്. മറ്റ് ജില്ലകളിലേക്ക് കൈമാറും. എറണാകുളം ജില്ലയിൽ രണ്ടാം ഘട്ട വാക്സിൻ ലഭിക്കുന്നില്ലെന്ന് പരാതി. കോവാക്സിൻ ആദ്യ ഡോസ് സ്വീകരിച്ചവർക്കാണ് രണ്ടാം ഘട്ട വാക്സിൻ സ്വീകരിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും വാക്സിൻ ലഭിക്കാത്തത്. വിഷയത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. കോവിഡ് വാക്സിന്റെ നികുതി പൂർണ്ണമായും ഒഴിവാക്കിയേക്കും. അന്തിമ തീരുമാനം വെള്ളിയാഴ്ച ചേരുന്ന GST കൌൺസിൽ യോഗത്തിൽ. നിർദ്ദേശത്തെ പിന്തുണയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ അധോലോക കുറ്റവാളി രവി പൂജാരി ജൂൺ 8 വരെ റിമാൻഡിൽ. എറണാകുളം ACJM കോടതിയുടേതാണ് നടപടി. പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത് ഓൺലൈനായി. കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. കണ്ണൂർ മുഴക്കുന്നിൽ പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി കീഴടങ്ങി. സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് DYFI പ്രവർത്തകൻ വിളക്കോട് സ്വദേശി EK നിതീഷ്. കേസിനാസ്പദമായ സംഭവം നടന്നത് മെയ് 20-ന്. ഈരാറ്റുപേട്ട നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വീണ്ടും സംഘർഷം. ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിൽ ഒരു കൌൺസിലർക്ക് പരിക്ക്. ഫണ്ട് വെട്ടിച്ചുരുക്കിയത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ആക്രമണമുണ്ടായതെന്ന് പ്രതിപക്ഷം. ചെയർപേഴ്സണെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തടയുകയാണ് ഉണ്ടായതെന്ന് ഭരണപക്ഷം. സ്വർണ്ണവിലയിൽ വർധന. പവന് 400 രൂപ കൂടി 36,880 രൂപയായി. 1 ഗ്രാമിന് ഇന്നത്തെ വില 4,610 രൂപ. കനത്ത മഴയെ തുടർന്ന് കൊല്ലം അഞ്ചൽ പുനലൂർ മലയോര ഹൈവേയുടെ ഒരു വശം ഇടിഞ്ഞു താണു. പിറക്കൽ പാലത്തിന് സമീപമാണ് റോഡ് ഇടിഞ്ഞു താണത്. റോഡ് ഉദ്ഘാടനം ചെയ്തത് മാസങ്ങൾക്ക് മുൻപ്. ONV സാഹിത്യ പുരസ്കാരം തമിഴ് കവി വൈരമുത്തുവിന്. 3 ലക്ഷം രൂപയും ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം. കവിതയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഗാനരചനയ്ക്ക് 7 തവണ ദേശീയ പുരസ്കാരവും വൈരമുത്തു നേടിയിട്ടുണ്ട്. മലയാളത്തിനും മലയാളേതര ഇന്ത്യൻ ഭാഷകൾക്കുമാണ് ONV ദേശീയ സാഹിത്യ പുരസ്കാരം നൽകുന്നത്. ONV യുവ സാഹിത്യ പുരസ്കാരം പിന്നീട് പ്രഖ്യാപിക്കും. നോക്കാം ദേശീയ വാർത്തകൾ. സ്പുട്നിക് വാക്സിൻ നിർമ്മാതാക്കളുമായി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിക്ക് വാക്സിൻ നൽകുമെന്ന് നിർമ്മാതാക്കൾ വ്യക്തമാക്കിയെങ്കിലും അളവ് നിശ്ചയിച്ചിട്ടില്ലെന്നും കെജ്രിവാൾ. രാജസ്ഥാനിൽ കോവിഡ് മരണങ്ങളുടെ ഓഡിറ്റ് നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. സംസ്ഥാനത്തെ കോവിഡ് മരണം സർക്കാർ മറച്ചുവെക്കുന്നില്ലെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. പരാമർശം BJP ദേശീയ വക്താവ് രാജ്വർദ്ധൻ റാത്തോഡിന്റെ ആരോപണത്തിന് മറുപടിയായി. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഡൽഹി മെട്രോയ്ക്ക് 1784.87 കോടി രൂപയുടെ നഷ്ടം. കോവിഡ് സാഹചര്യത്തിൽ മെട്രോ സർവീസ് തടസ്സപ്പെട്ടത് 5 മാസത്തോളം. ഏപ്രിൽ 20-ന് ആരംഭിച്ച ലോക്ഡൌണിന് പിന്നാലെ ഈ മാസം 10 മുതൽ ഡൽഹി മെട്രോ വീണ്ടും പൂർണ്ണമായും നിശ്ചലമാണ്. യോഗ ഗുരു ബാബ രാംദേവിനെതിരെ 1000 കോടിയുടെ മാനനഷ്ട നോട്ടീസ് അയച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉത്തരാഖണ്ഡ് ഘടകം. നടപടി അലോപ്പതി ചികിത്സയ്ക്കെതിരെയും മരുന്നുകൾക്കെതിരെയും നടത്തിയ വിവാദ പ്രസ്താവനയെ തുടർന്ന്. ഡൊണാൾഡ് ട്രംപ് കോവിഡ് പ്രതിരോധത്തിന് ഉപയോഗിച്ച കോക്ടെയിൽ ആന്റിബോഡി സ്വീകരിച്ച് ഹരിയാനയിൽ നിന്നുള്ള 84-കാരൻ. കോക്ടെയിൽ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് മൊഹമ്മദ് സിംഗ്. 59,750 ഒരു ഡോസിന്റെ വില.
കോവിഡ് മുക്തനൊപ്പം നൃത്തം ചെയ്യുന്ന ഡോക്ടറുടെ വീഡിയോ വൈറലാകുന്നു. ബംഗളൂരുവിലെ സെന്റ് ജോൺസ് ആശുപത്രിയുടെ കോവിഡ് വാർഡിൽ നിന്നുള്ളതാണ് ദൃശ്യം. കോവിഡ് മുക്തനായ ആംബുലൻസ് ഡ്രൈവറാണ് ഡോക്ടർക്കൊപ്പം നൃത്തം ചെയ്യുന്നത്. പാരാദ്വീപ് മുനിസിപ്പൽ മേഖലയിലെ റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചതായി ഒഡീഷ പോലീസ്. ചുഴലിക്കാറ്റിൽ പാരാദ്വീപിലെ നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ തകർന്നു. കൊടുങ്കാറ്റിലും മഴയിലും നൂറുകണക്കിന് വീടുകൾ തകർന്നു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ വർഷം ഏപ്രിൽ 1 മുതൽ മെയ് 25 വരെയുള്ള കാലയളവിൽ കോവിഡ് മൂലം രാജ്യത്ത് അനാഥരായത് 577 കുട്ടികളെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് എല്ലാവിധ സംരക്ഷണവും പിന്തുണയും നൽകുമെന്നും മന്ത്രി. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ കോവിഡ് ചികിത്സാ സഹായവുമായി വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയത് 100 വിമാനങ്ങൾ. 36 രാജ്യങ്ങളിൽ നിന്നായി എത്തിയത് 1750 മെട്രിക് ടൺ ഓക്സിജൻ. കാർഷിക നിയമങ്ങൾക്കെതിരായി ഡൽഹി അതിർത്തികളിൽ കർഷകർ നടത്തുന്ന സമരം 6 മാസം പിന്നിട്ടു. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംയുക്ത കിസാൻ മോർച്ച രാജ്യവ്യാപകമായി കരിദിനം ആചരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കാൻ കർഷകർ. ലോക്ഡൌൺ പ്രതിസന്ധിയിലായ നർത്തകർക്ക് നടൻ അക്ഷയ് കുമാർ മാസ് റേഷൻ നൽകും. ഗണേശാചാര്യ ഫൗണ്ടേഷൻ വഴി സഹായം എത്തിക്കുക 3600 നർത്തകർക്ക്. CBSE 10ാം ക്ലാസ് പരീക്ഷകൾ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് ടെലിഫോൺ വഴി മൂല്യനിർണ്ണയം നടത്തി മാർക്ക് നൽകാൻ തീരുമാനം. ബോർഡ് പരീക്ഷ റദ്ദാക്കിയതിനാൽ സ്കൂളിലെ യൂണിറ്റ് പരീക്ഷകളുടെയും ഇന്റേണൽ അസസ്മെന്റുകളുടെയും അടിസ്ഥാനത്തിൽ മൂല്യനിർണ്ണയം നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇത്തരം പരീക്ഷകളിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പുതിയ സൗകര്യം. സാഗർ റാണ കൊലപാതക കേസിൽ 4 പ്രതികൾ കൂടി അറസ്റ്റിൽ. പിടികൂടിയത് ഡൽഹിയിൽ കാഞ്ചവാല പ്രദേശത്ത് നിന്ന്. അറസ്റ്റിലായ ഗുസ്തി താരം സുശീൽ കുമാറിന്റെ കൂട്ടാളികളെന്ന് പോലീസ്. അന്താരാഷ്ട്ര വാർത്തകൾ. ലോകത്ത് 16.85 കോടി കോവിഡ് ബാധിതർ. 15 കോടിയിലധികം പേർക്ക് രോഗമുക്തി. 35 ലക്ഷം കടന്ന് ആകെ കോവിഡ് മരണം. അമേരിക്കയിലെ ജനസംഖ്യയുടെ പകുതിയിലധികം പേരും ഇതിനോടകം വാക്സിൻ സ്വീകരിച്ചെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ. US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പ്രകാരം 130.6 ദശലക്ഷത്തിലധികം പേർ വാക്സിൻ സ്വീകരിച്ചെന്നും ജോ ബൈഡൻ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും അടുത്ത മാസം 16-ന് കൂടിക്കാഴ്ച നടത്തും. ജനീവയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ തർക്ക വിഷയങ്ങൾ ഉന്നയിക്കപ്പെടും. നിർണായക കൂടിക്കാഴ്ചയെന്ന് വിലയിരുത്തി ലോകം. കോവിഡ് കേസുകൾ വർദ്ധിച്ചതിന് പിന്നാലെ ഫ്രാൻസിലെ ആശുപത്രിക്ക് നേരെ സൈബർ ആക്രമണം. ഹാക്കർമാർ ബിറ്റ്കോയിൻ ആവശ്യപ്പെട്ടെന്ന് ആശുപത്രി അധികൃതർ. തകരാറുകൾ എപ്പോൾ പരിഹരിക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ലെന്ന് സൈബർ വിദഗ്ധർ. വാക്സിൻ വിതരണത്തിലെ കാലതാമസത്തെ ചൊല്ലി ആസ്ട്രാസെനേകയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ തർക്കം മുറുകുന്നു. കരാറിലേർപ്പെട്ട 120 ദശലക്ഷത്തിൽ 30 ദശലക്ഷം ഡോസുകൾ മാത്രമാണ് ലഭിച്ചതെന്ന് യൂറോപ്യൻ യൂണിയൻ. ജൂലൈക്ക് മുൻപ് ബാക്കിയുള്ള ഡോസുകൾ നൽകണമെന്ന് നിർദ്ദേശം. ടോക്കിയോ ഒളിമ്പിക്സ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജപ്പാൻ പത്രം. കായികമേള സംഘടിപ്പിക്കുന്ന അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഒളിമ്പിക് സ്പോൺസർ കൂടിയായ ആസാഹി ഷിംബണിന്റെ മുഖപ്രസംഗം. ഒളിമ്പിക്സ് ആരംഭിക്കുക ജൂലൈയിൽ. ജപ്പാനിലെ അടിയന്തരാവസ്ഥ ജൂൺ 20 വരെ നീട്ടുമെന്ന് സൂചന. അമേരിക്കൻ ആരോഗ്യ വിഭാഗം തലവൻ ആന്റണി ഫൗച്ചിക്കെതിരെ ചൈന രംഗത്ത്. വുഹാൻ ലാബിൽ നിന്ന് കൊറോണ വൈറസ് ചോർന്നുവെന്ന വാദം കള്ളമെന്ന് ചൈന. ഉയർ മുസ്ലിങ്ങളെ നിർബന്ധ ബുദ്ധി ഉപയോഗിച്ച് ചൈന പരീക്ഷണത്തിന് വിധേയമാക്കുന്നുവെന്ന് ആരോപണം. യാത്രാ വിമാനം തട്ടിക്കൊണ്ടുപോയി ബെലാറസ് സർക്കാർ അറസ്റ്റ് ചെയ്ത മാധ്യമപ്രവർത്തകന്റെ ജീവൻ അപകടത്തിലെന്ന് റിപ്പോർട്ടുകൾ. മരണശിക്ഷ വിധിച്ചേക്കുമെന്ന ആശങ്ക. ബെലാറസിലേക്കും തിരിച്ചുമുള്ള വിമാനയാത്രകൾ റദ്ദാക്കി 27 യൂറോപ്യൻ രാജ്യങ്ങൾ. സംയുക്ത മനുഷ്യ ബഹിരാകാശ ദൌത്യത്തിനൊരുങ്ങി റഷ്യയും സൗദി അറേബ്യയും. സൗദി അറേബ്യയിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികർക്ക് പരിശീലനം നൽകിയതായി റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക്. എണ്ണ കയറ്റുമതി അടക്കമുള്ള മേഖലകളിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സഹകരണം ശ്രദ്ധേയമെന്നും അലക്സാണ്ടർ നൊവാക്. B1617 കൊറോണ വൈറസ് വകഭേദം 53 രാജ്യങ്ങളിൽ കണ്ടെത്തിയതായി റിപ്പോർട്ട്. വാർത്ത പുറത്തുവിട്ട് ലോകാരോഗ്യ സംഘടന. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ദക്ഷിണ കൊറിയയിൽ കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചവർക്ക് മാസ്ക് നിർബന്ധമല്ല. തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത് ജൂലൈ മുതൽ. സെപ്റ്റംബറോടെ രാജ്യത്തെ 70% ജനങ്ങളും പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിക്കുമെന്ന് സർക്കാർ. സ്പോർട്സ്. യൂറോപ്പ ലീഗ് ചാമ്പ്യന്മാരെ ഇന്നറിയാം. കലാശപ്പോരിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് VRLനെ നേരിടും. മത്സരം പോളണ്ടിലെ PG അരീനയിൽ. യൂറോ കപ്പിനായുള്ള ഇംഗ്ലണ്ട് സാധ്യതാ ടീമിനെ പ്രഖ്യാപിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുവതാരം ഗ്രീൻവുഡ് ടീമിൽ. 33-അംഗ ടീമിനെ പ്രഖ്യാപിച്ചത് പരിശീലകൻ സൗത്ത്ഗേറ്റ്.
ICC സൂപ്പർ ലീഗ് പട്ടികയിൽ ബംഗ്ലാദേശ് ഒന്നാമത്. ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര നേട്ടത്തോടെയാണ് ബംഗ്ലാദേശ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത്. ഇംഗ്ലണ്ട് രണ്ടാമത്. പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം മാറ്റിപ്ര തിപ്പട്ടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം ആൽമരം കടപുഴകി വീണു. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. കാര്യവട്ടം അരശുമൂട് റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പെയ്തത് ശരാശരി 96.8 മില്ലിമീറ്റർ മഴ. കൊട്ടാരക്കര കുളത്തൂപ്പുഴ മേഖലയിൽ മഴ അതിശക്തം. കല്ലടയാറിന് വൃഷ്ടിപ്രദേശത്ത് മാത്രം പെയ്തത് 186.8 മില്ലിമീറ്റർ മഴ. കൊല്ലം ജില്ലയിലെ കൂടുതൽ പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിൽ. നിയന്ത്രണം വെട്ടിക്കവല, വിളക്കുടി പഞ്ചായത്തുകളിലെ വാർഡുകളിൽ. ചൂരനാട് പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കി. ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ BJP നേതാവ് ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസ്. മുളക്കുഴ മുൻ പഞ്ചായത്ത് അംഗവും BJP നേതാവുമായ സനു N. നായർ ഒന്നാം പ്രതി. 1 കോടിയിലധികം രൂപ തട്ടിയെടുത്തത് കേന്ദ്രമന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ കാണിച്ച്. കോന്നി മെഡിക്കൽ കോളേജിൽ ഇന്നു മുതൽ കോവിഡ് ചികിത്സ ലഭ്യമാകും. ആന്റിജൻ RT-PCR പരിശോധനകളിൽ പോസിറ്റീവാകുന്നവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കും. കോവിഡ് ബാധിച്ചവർക്ക് ഭക്ഷണം ലഭ്യമാക്കുമെന്ന് അരുവാപ്പുലം പഞ്ചായത്ത് അധികൃതർ. ലോക്ഡൌണിൽ ദുരിതമനുഭവിക്കുന്ന മൂഴിയാർ വനമേഖലയിലെ അന്തേവാസികൾക്ക് സഹായവുമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ്. ചിറ്റാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് നാർക്കോട്ടിക് സെൽ DYSP പ്രദീപ് കുമാർ. ആലപ്പുഴ കാർത്തികപ്പള്ളി താലൂക്കിലെ കായംകുളം ഹരിപ്പാട് മേഖലകളിൽ ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പരിശോധന. നടപടി പൾസ് ഓക്സിമീറ്റർ, PP കിറ്റ്, മാസ്കുകൾ എന്നിവയ്ക്ക് അമിതവില ഈടാക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രമക്കേട് നടത്തിയ വിവിധ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി. കോട്ടയം തിരുവാതിക്കലിൽ ആൽമരം കടപുഴകി വീണ് വീടിന് നാശനഷ്ടം. മരം മുറിച്ചു നീക്കി. സ്ഥലം സന്ദർശിച്ച് MP തോമസ് ചാഴികാട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് പുരസ്കാരം കരസ്ഥമാക്കി ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രം. അംഗീകാരം ആരോഗ്യ പരിപാലന രംഗത്തെ മികച്ച പ്രവർത്തനം കണക്കിലെടുത്ത്. നേട്ടം കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള വിലയിരുത്തലിൽ 100-ൽ 92.06 മാർക്ക് നേടി. 2018 പ്രളയത്തിൽ തകർന്ന മൂന്നാർ സൈലന്റ് വാലി റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമെന്ന് നാട്ടുകാർ. പ്രളയകാലത്തെ മണ്ണിടിച്ചിലിൽ പൂർണ്ണമായി തകർന്നത് 300 മീറ്ററോളം പാത. ഇടുക്കി കാരിക്കോട് അനുമതിയില്ലാതെ ഷെഡ് നിർമ്മിച്ച സ്വകാര്യ വ്യക്തിക്കെതിരെ പരാതിയുമായി വില്ലേജ് ഓഫീസർ. സ്റ്റോപ്പ് മെമ്മോ നൽകിയ സ്ഥലത്ത് അനധികൃതമായി ഷെഡ് നിർമ്മിച്ചെന്നാണ് പരാതി. തൊടുപുഴ പോലീസ് അന്വേഷണം തുടങ്ങി. പള്ളിക്കവല ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം. കട്ടപ്പന നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെള്ളക്കെട്ട് നീക്കം ചെയ്തു. ഹൌസിംഗ് ബോർഡിന്റെ 30 സെന്റ് സ്ഥലത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കഴിഞ്ഞ ദിവസം. ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണവുമായി DYFA പ്രവർത്തകർ. ഉടുമ്പന്നൂർ മേഖലാ കമ്മിറ്റിയാണ് പ്രവർത്തനം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പരിധിയിലെ തെരഞ്ഞെടുത്ത 1000 വീടുകളിൽ കിറ്റ് കൈമാറി. നെടുങ്കണ്ടം രാജാക്കാട് റോഡിലേക്ക് മരം കടപുഴകി വീണു. വൈദ്യുതി പോസ്റ്റുകൾ റോഡിലേക്ക് പതിച്ചു. മരം മുറിച്ചുമാറ്റി. ഗതാഗതം പുനഃസ്ഥാപിച്ചു. എറണാകുളം ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൈസ്മെൻ ഇന്റർനാഷണൽ കോവിഡ് പ്രതിരോധ പ്രൊജക്ടായ ഹീൽ ദ വേൾഡിന്റെ ഉദ്ഘാടനം MP ഹൈബി ഈഡൻ നിർവഹിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നൽകിയ മെഡിക്കൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ എറണാകുളം DMO ഡോക്ടർ NK കുട്ടപ്പന് കൈമാറി. തൃശൂർ ജില്ലയിലെ നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് NQAS അംഗീകാരം. നേട്ടം സ്വന്തമാക്കിയത് പോർക്കളങ്ങാട്, ഗോസായി കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ. ഇതോടെ ജില്ലയിലെ മുഴുവൻ നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർന്നു. പാലക്കാട് ജില്ലാ കോവിഡ് ആശുപത്രിയിലേക്ക് ഫാനുകൾ നൽകി SYS സാന്ത്വനം ജില്ലാ കമ്മിറ്റി. കോവിഡ് ഐസൊലേഷൻ വാർഡിലേക്ക് നൽകിയത് 10 ഫാനുകൾ. വിതരണോദ്ഘാടനം നിർവഹിച്ച SYS ജില്ലാ പ്രസിഡന്റ് MA നാസർ സഖാഫി. മലപ്പുറം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ലംഘനത്തിന് ഇന്നലെ രജിസ്റ്റർ ചെയ്തത് 78 കേസുകൾ. 84 പേർ അറസ്റ്റിൽ. മാസ്ക് ധരിക്കാത്തതിന് 441 പേർക്കെതിരെയും കേസ്. ന്യൂട്രിഫിറ്റ് മലപ്പുറം പദ്ധതിക്ക് തുടക്കമായി. ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷ്യമിശ്രിതം വിതരണം ചെയ്യും. പദ്ധതി നടപ്പിലാക്കുന്നത് ICDSന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ. ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായ കർഷകർക്ക് ആശ്വാസ പദ്ധതിയുമായി മലപ്പുറം നഗരസഭ. കർഷകർക്കായി നഗരസഭാ പരിധിയിൽ വിപണന സൗകര്യമൊരുക്കും. വിളകളുടെ വിൽപ്പനയ്ക്കായി വാഹന സൗകര്യം തയ്യാറാക്കാനും തീരുമാനം. കോവിഡ് ലക്ഷണങ്ങളുമായി വരുന്നവർക്ക് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്നുകൾ നൽകരുതെന്ന് അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ. നിർദ്ദേശം പാലിക്കാത്ത ഔഷധ വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ്. പരിശോധന ശക്തമാക്കുമെന്ന് ജില്ലാ ഡ്രഗ്സ് ഇൻസ്പെക്ടർ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ബ്രീത്ത് ഈസി ചലഞ്ചിലേക്ക് സംഭാവന നൽകി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ തിരൂർ ഉപജില്ലാ കമ്മിറ്റി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖിന് 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി.
മലപ്പുറം കരുളായിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. 4 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷി നശിച്ചു. വെള്ളം ഒഴുകിപ്പോവാതെ കെട്ടിക്കിടന്നതാണ് കൃഷി നശിക്കാൻ കാരണമായതെന്ന് നാട്ടുകാർ. മലപ്പുറം ജില്ലാ ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് എത്തിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഓക്സിജൻ പ്ലാന്റ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. കോവിഡ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 111 പേർ. കോഴിക്കോട് ചോമ്പാല ഹാർബർ നിയന്ത്രണങ്ങളോടെ വെള്ളിയാഴ്ച മുതൽ തുറക്കാൻ തീരുമാനം. കോവിഡ് നിയന്ത്രണ വിധേയമായതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കും മാത്രം പ്രവേശനം. കോഴിക്കോട് ആരംഭിച്ച മഹിളാ മാൾ പൂട്ടാനൊരുങ്ങുന്നു. നടപടി നടത്തിപ്പുകാരും സംരംഭകരും തമ്മിലുള്ള വാടക തർക്കത്തെ തുടർന്ന് പൂട്ടുവീഴുന്നത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഏഷ്യയിലെ ആദ്യ വനിതാ മാളിന്. വയനാട്ടിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകണമെന്ന് വ്യാപാരികൾ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം. പ്രതിസന്ധി മറികടക്കാൻ വായ്പാ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നും വ്യാപാരികൾ. കണ്ണൂർ മംഗലശ്ശേരി പുഴയിൽ മത്സ്യത്തൊഴിലാളി മുങ്ങി മരിച്ചു. പട്ടണം സ്വദേശി കെ രതീഷാണ് മരിച്ചത്. മൃതദേഹം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കണ്ണൂരിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹായവുമായി ഡിവൈഎഫ്ഐ ഏരുവേശി മേഖലാ കമ്മിറ്റി. കോവിഡ് ബാധിതർക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കുമായി സ്നേഹവണ്ടി പ്രവർത്തനം തുടങ്ങി. കാസർഗോഡ് മൂളയാർ പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണവുമായി ഹരിതകർമ്മസേന. 2 മാസത്തിനിടെ ശേഖരിച്ചത് 500 ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യം തരംതിരിച്ച ശേഷം പുനരുപയോഗത്തിനായി തയ്യാറാക്കുന്നതാണ് പ്രവർത്തനം. കാഞ്ഞങ്ങാട് നഗരസഭയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മരുന്ന് വിതരണം തുടങ്ങി. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനം. കോവിഡ് ബാധിതർക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കും മരുന്ന് വിതരണം ചെയ്യുന്നത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലൂടെ. കാസർഗോഡ് 21 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. അണങ്കൂർ സ്വദേശി സഫാൻ, ഉളിയത്തടുക്ക സ്വദേശി അബ്ദുൾ സമദ് എന്നിവരാണ് അറസ്റ്റിലായത്. പിടികൂടിയത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെ. വീണ്ടും ഹെഡ് ന്യൂസിലേക്ക് നോക്കാം. എന്റർടൈൻമെന്റ് ന്യൂസ്. മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ജീവിതം പ്രമേയമാകുന്ന മേജർ എന്ന സിനിമയുടെ റിലീസ് മാറ്റി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് അണിയറ പ്രവർത്തകർ. ശശികരൻ ടിക്കയാണ് സംവിധാനം. സേതുരാമയ്യർ CBIയുടെ 5ാം ഭാഗത്തിൽ ആശാ ശരത്, സൗബിൻ ഷാഹിർ, രൺജി പണിക്കർ, സായ്കുമാർ തുടങ്ങിയവർ പ്രധാന താരങ്ങളായി എത്തും. പുതുമുഖ താരങ്ങളും എത്തുമെന്ന് റിപ്പോർട്ടുകൾ. കെ മധുവാണ് സംവിധാനം. ചിത്രത്തിന്റെ മറ്റ് പിന്നണി പ്രവർത്തകരെ കുറിച്ച് അന്തിമ തീരുമാനം ആയിട്ടില്ല. ഫാക്ട് ചെക്ക്. സർക്കാർ ഖജനാവിൽ നിന്ന് മദ്രസാധ്യാപകരുടെ ശമ്പളത്തിനും പെൻഷനുമായി സർക്കാർ 511 കോടി രൂപ ചെലവിടുന്നുവെന്ന് വ്യാജ പ്രചാരണം. മദ്രസാധ്യാപകർക്കുള്ള ക്ഷേമനിധി പെൻഷൻ മാത്രമാണ് സർക്കാർ നൽകുന്നത്. പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. കോവിഡ് ബാധിച്ചവരുടെ ശ്വാസകോശം വാക്സിൻ എടുത്തവരിൽ ആരോഗ്യപരമായും അല്ലാത്തവരുടേതിലും ഇൻഫെക്റ്റഡുമായും കാണുന്നുവെന്ന പേരിൽ വ്യാജ പ്രചാരണം. 2 ശ്വാസകോശങ്ങളുടെ 3D CT സ്കാൻ ചിത്രം ഉപയോഗിച്ചാണ് വാർത്ത പ്രചരിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന ആദ്യത്തെ ശ്വാസകോശം വാക്സിൻ എടുത്ത കോവിഡ് ബാധിതന്റെയെന്നും രണ്ടാമത്തേത് വാക്സിൻ എടുക്കാത്ത കോവിഡ് ബാധിതന്റെയും എന്നാണ് വാർത്തയുടെ സംക്ഷിപ്തം. ആദ്യത്തെ ശ്വാസകോശം ആരോഗ്യമുള്ളതും രണ്ടാമത്തേത് വൻതോതിൽ ഇൻഫെക്റ്റഡുമാണ്. വാക്സിനേഷൻ പ്രോത്സാഹിപ്പിക്കൂ എന്ന പേരിൽ നിരവധി പേർ ഈ വാർത്ത തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ചിത്രങ്ങൾക്ക് വാക്സിനേഷനുമായി യാതൊരു ബന്ധവുമില്ല. കോവിഡ് ബാധിതനല്ലാത്ത ഒരു വ്യക്തിയുടെ ശ്വാസകോശവും കോവിഡ് ബാധിതനായ ആളുടെ ശ്വാസകോശവുമാണ് യഥാർത്ഥത്തിലുള്ളത്. കോവിഡ് മികച്ച രീതിയിൽ നിർണ്ണയിക്കാൻ CT സ്കാനുകൾ ഉപയോഗിച്ചുള്ള ഗവേഷണം എന്ന പേരിൽ കനേഡിയൻ പത്രം നൽകിയ വാർത്തയാണ് അതേ ചിത്രങ്ങൾ ഉപയോഗിച്ച് തെറ്റായി പ്രചരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എംപിമാരുടെ പ്രതിഷേധം. അഡ്മിനിസ്ട്രേഷൻ ഓഫീസിന് മുന്നിൽ എംപിമാരായ ഹൈബി ഈഡൻ, TN പ്രതാപൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. യാസ് ചുഴലിക്കാറ്റിൽ ഒഡീഷയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് 2 മരണം. അടുത്ത 4 മണിക്കൂറിൽ യാസ് ശക്തി കുറഞ്ഞ ചുഴലിക്കാറ്റായി മാറുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സ്വാതന്ത്ര്യ സമര സേനാനി HS ദുരൈസ്വാമി അന്തരിച്ചു. 103 വയസ്സായിരുന്നു അന്ത്യം. ബംഗളൂരുവിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് 14 മാസത്തെ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ദുരൈസ്വാമി അടുത്ത കാലം വരെ സമരമുഖങ്ങളിൽ സജീവമായിരുന്നു. അസം ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് MLA മജേന്ദ്ര നാർസാരി അന്തരിച്ചു. 68 വയസ്സായിരുന്നു. കോവിഡാനന്തര പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അന്ത്യം. ഗുവാഹത്തി മെഡിക്കൽ കോളേജ് ആശുപത്രി. ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ഒരുങ്ങി ബിനോയ് വിശ്വം MP. അനുമതി ആവശ്യപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് കത്തയച്ചു. ന്യൂസ് പൂർത്തിയാകുന്നു.